സംസ്ഥാനത്തിന്റെ പേര് ദേശീയ തലത്തിൽ കേരള എന്നതിന് പകരം കേരളം എന്ന് പുനർനാമകരണം ചെയ്യാൻ ഇടപെടൽ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി കത്ത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കത്തയച്ചു. പുനർനാമകരണം ചെയ്യാൻ നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് BJPയുടെ പിന്തുണയും പ്രകടിപ്പിച്ചു. പിന്തുണ അറിയിച്ച് മുഖ്യമന്ത്രിക്കും സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്നു. ശാലിനി, കേരള വേണ്ട, കേരളം മതി. നമുക്കറിയാം, നൂറ്റാണ്ടുകളായി കേരളം എന്ന പേര് ചരിത്രത്തിലും സാഹിത്യത്തിലും അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐക്യകേരളം രൂപീകൃതമായിട്ട് 7 പതിറ്റാണ്ട് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും സർക്കാർ രേഖകളിലും ഭരണഘടനയിലുമടക്കം കേരള എന്ന ബ്രിട്ടീഷ് പ്രയോഗമാണ് നിലനിൽക്കുന്നത്. ആ പേര് മാറ്റണം എന്നൊരു ആവശ്യം കാലങ്ങളായി ഉയർന്നു വരുന്നതാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ കേരള എന്നതിന് പകരം കേരളം എന്ന് പുനർനാമകരണം ചെയ്യാൻ ഇടപെടൽ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പറയൂ വിവരങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ്. അതായത് സംസ്ഥാനത്തിന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ്. ആ ആഗ്രഹം സബലീകരിക്കാൻ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അതായത് സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യുന്നതിൽ പിന്തുണയും ഇടപെടലും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഔദ്യോഗിക രേഖകളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കി മാറ്റുന്നതിനായി 2024 ജൂണിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഇതും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് BJPയുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ചിരിക്കുകയാണ്. പൈതൃകവും സംസ്കാരവും പ്രതിനിധീകരിക്കുന്ന മഹത്തായ സംസ്ഥാനത്തെ കേരളം എന്ന രീതിയിലാണ് BJP എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സമ്പന്നമായ പാരമ്പര്യം പുനരുജ്ജീവിപ്പിക്കാനും സംരക്ഷിക്കാനും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് പ്രവർത്തിക്കണമെന്നും ആ പ്രത്യയശാസ്ത്രത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുള്ള കത്തിലും പ്രകടമാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശയം. അത് മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന വികസിതവും സുരക്ഷിതമായ കേരളം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നതായും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ വിഭജിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിലടക്കം പ്രത്യേക ജില്ലകൾ വേണമെന്ന ആവശ്യമുയർത്തുന്ന തീവ്രവാദ ശക്തികളുടെ ശ്രമങ്ങളെ തടയിടാനും ഇതുവഴി കഴിയുമെന്നുള്ളതാണ് ഇരു കത്തുകളിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും നാളുകളായി ഉള്ള ഒരാവശ്യമാണ്. നൂറ്റാണ്ടുകളായി ഒരുപക്ഷെ കേരള എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് കേരളം എന്ന് പറയാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രിക്ക് മുൻപാകെ എത്തിയിട്ടുള്ള കത്തിലെ ഇനി PMOയുടെ ഓഫീസ് സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും നിയമസഭ അടക്കം പാസാക്കിയ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ടും അത് ഉദ്ധരിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അരികിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഖേന ഈ കത്ത്, ഈ ആവശ്യം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ കേരളത്തിന് പൂർണ്ണ പിന്തുണയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ഇടത് സർക്കാർ പാസാക്കിയ ആ പ്രമേയത്തിന് പിന്തുണയും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്. ഇത് അറിയിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക കത്തും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുകയാണ്. എന്തായാലും ഒരു നിർണായക ചുവടുവയ്പ് തന്നെയാണ് ഈ കേരള എന്ന പേര് മാറ്റിക്കൊണ്ട് കേരളം എന്ന നടപടി കൂടി ഇപ്പം മുന്നോട്ട് വെക്കുകയാണ്. അമൽ, സംസ്ഥാനത്തിന്റെ പേര് ദേശീയ തലത്തിൽ കേരള എന്നതിന് പകരം കേരളം എന്ന പുനർനാമകരണം ചെയ്യാൻ ഇടപെടൽ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പുനർനാമകരണം ചെയ്യാൻ നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് BJPയുടെ പിന്തുണയും അദ്ദേഹം പ്രകടിപ്പിച്ചു. പിന്തുണ അറിയിച്ച് മുഖ്യമന്ത്രിക്കും സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ചിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. വിവരം നൽകുകയായിരുന്നു എസ് ശാലിനി.